കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറിയ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ സംസ്ഥാന സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസത്തിനാണ്. UDFന്റെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റം. ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് 2010 ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഏറ്റവും വലിയ വിജയമാണ് ജനാധിപത്യ മുന്നണി ഇത്തവണ കരസ്ഥമാക്കിയത്. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം അടുത്ത 5 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നിർണായകമായ ആത്മവിശ്വാസം നൽകുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നതിന് ശേഷം നടന്ന 6 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ 2010 മാത്രമാണ് UDFന് കാര്യമായ മുൻതൂക്കം നേടാൻ സാധിച്ചത്. മറ്റ് 5 തെരഞ്ഞെടുപ്പുകളിലും LDFനായിരുന്നു മേൽക്കൈ. ഈ പശ്ചാത്തലത്തിൽ വേണം ഇത്തവണത്തെ UDF വിജയത്തെ വിലയിരുത്താൻ. UDF നേതാക്കൾ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഉജ്ജ്വലമായ ഈ വിജയം 2010 വിജയത്തിന്റെ ഇരട്ടി മധുരം നൽകുന്ന ഒന്നാണെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്ത് കണ്ടത് അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ്. ഇടതുപക്ഷം പ്രതീക്ഷിച്ചതിലും അപ്പുറം ഭരണകൂടത്തോടുള്ള തീവ്രമായ ജനരോഷം വോട്ടായി പരിണമിച്ചു. അന്തിമ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ മേഖലയിലും UDF വ്യക്തമായ മേൽക്കൈ നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ കേവല ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിലെ വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഭരണം ഉറപ്പിച്ച കണക്കുകൾ UDFന്റെ അധികാരം വ്യക്തമാക്കുന്നുണ്ട്. ആകെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 382 എണ്ണത്തിൽ UDF ഒറ്റയ്ക്ക് ഭരണം ഉറപ്പിച്ചു. LDFന് ഭരണം ഉറപ്പാക്കാനായത് 239 ഇടങ്ങളിൽ മാത്രമാണ്. 6ഇടത്ത് BJPയും 4ഇടത്ത് മറ്റുള്ളവരും ഭരണം നേടി. ഏറ്റവും ശ്രദ്ധേയമായ കണക്ക് 310 പഞ്ചായത്തുകളിൽ ആർക്കും കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. എന്നാൽ കമ്മീഷൻ വിശകലനത്തിനപ്പുറത്തേക്ക് ഫലം പരിശോധിക്കുമ്പോൾ 505 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നണിക്ക് ഫലം അനുകൂലമാക്കാൻ കഴിഞ്ഞു. LDF മുൻതൂക്കം 340 ഇടത്തും ഒതുങ്ങി. BJPക്ക് 26 പഞ്ചായത്തുകൾ ലഭിച്ചു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 75 ഇടത്ത് UDFും 53 ഇടത്ത് LDFും ഭരണമുറപ്പിച്ചു. ജില്ലാ പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും 6 വീതം പങ്കിടുമെന്ന നിലയിലാണ് ഫലം. വിശകലനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 ഇടത്ത് UDFനാണ് മുൻതൂക്കം. LDFന് 63 ഇടത്ത് ഭരണം വരും. നഗരങ്ങളിലെ മുന്നേറ്റം 87 മുനിസിപ്പാലിറ്റികളിൽ 40 ഇടത്താണ് UDF മുന്നേറ്റമുണ്ടായത്. LDF 16 ഇടത്തും ഒതുങ്ങി. 31 മുനിസിപ്പാലിറ്റികളിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ഇതിൽ 2 ഇടത്ത് BJPക്ക് ഭരിക്കാൻ സാധിക്കും. വിശാലമായ വിലയിരുത്തലിൽ 54 മുനിസിപ്പാലിറ്റികളിൽ UDF മുന്നണിയും 28 എണ്ണം CPM മുന്നണിയും ഭരിക്കും. 6 കോർപ്പറേഷനുകളിൽ UDF 3 ഇടത്ത് ഭരണം നേടിയതിൽ കേവല ഭൂരിപക്ഷമുണ്ട്. തിരുവനന്തപുരത്ത് BJP ഭരണം പിടിച്ചെടുത്തപ്പോൾ കൊല്ലത്ത് UDF ഭരിക്കും. കോഴിക്കോട് UDF വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും ഒറ്റക്കക്ഷി എന്ന നിലയിൽ CPM ഭരണം വരാനാണ് സാധ്യത. ഫലത്തിൽ 4 കോർപ്പറേഷനുകൾ കോൺഗ്രസ് മുന്നണി ഭരിക്കും. ഒരിടത്ത് BJPയും ഒരിടത്ത് CPMും ഭരണം നേടും. LDF സർക്കാരിന്റെ ചെപ്പടി വിദ്യകളൊന്നും ജനമനസ്സിൽ സ്വാധീനം ചെലുത്തിയില്ലെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഭരണവിരുദ്ധത തടയാൻ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാർ സാമൂഹികക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയത് ഉൾപ്പെടെയുള്ള ജനക്ഷേമ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. 60 ലക്ഷം പേരുടെ കൈകളിലെത്തിയ ഈ ക്ഷേമ പെൻഷൻ പോലും ജനരോഷം തണുപ്പിക്കാൻ മതിയായില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തിക്കയറി നിന്ന ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിവാദം ജനശ്രദ്ധ തിരിക്കാൻ ഇടത് സർക്കാർ ശ്രമിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസ് പരമാവധി വാർത്തകളിൽ നിറയ്ക്കാനും ശ്രമങ്ങൾ നടന്നു. എന്നാൽ ജനങ്ങൾ മുന്നേ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഭരണത്തിനെതിരായി വോട്ട് ചെയ്തു. ഈ അന്തിമ ചിത്രം ശബരിമലയും സ്വർണ്ണക്കൊള്ളയും ഫലത്തെ ശക്തമായി സ്വാധീനിച്ചതിന് തെളിവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ശക്തമായ എതിർപ്പും ഈ തോൽവിക്ക് ആക്കം കൂട്ടി. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളും ഒരുപോലെ സർക്കാരിനെതിരായ സ്ഥിതിയായാണ് നിലവിലുള്ളത്. UDFന് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ 5 മാസത്തിനകം നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ അറ്റുപോവുകയും പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വ്യക്തമായ ആസൂത്രണത്തോടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. താഴെത്തട്ടിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് വഴി വിമതന്മാരുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു. ഗ്രൂപ്പ് പരിഗണനകൾക്ക് അതീതമായ മികച്ച സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ മുന്നണിക്ക് കഴിഞ്ഞു. താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ പ്രചാരണം നടത്താൻ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും കഴിഞ്ഞു. കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളായ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളൊക്കെ UDFന് വൻ പിന്തുണ നൽകി. മുസ്ലിം ലീഗിന്റെ മേഖലകളിൽ അവർ തദ്ദേശ സ്ഥാപനങ്ങൾ തൂത്തുവാരി ശക്തി തെളിയിച്ചു. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF തകർപ്പൻ ജയം നേടിയിരുന്നു. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലും വിജയം കൈപ്പടിയിലാക്കാൻ സാധിച്ചത് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. കേരളത്തിൽ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് തലസ്ഥാന കോർപ്പറേഷൻ ഭരണത്തെ BJP കാണുന്നത്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും BJP ഉണ്ടാക്കിയ മുന്നേറ്റം തൂക്കുസഭകളെ
സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വികസനത്തെക്കുറിച്ചുള്ള വലിയ പ്രചാരണങ്ങൾ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ, 2000 രൂപ ക്ഷേമ പെൻഷൻ വിതരണം എന്നിവയെല്ലാം ഉണ്ടായിട്ടും ജനം LDF-നെ കൈവിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ LDF നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ഭരണവിരുദ്ധത, മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ്, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചപ്പോൾ കേരളം കണ്ടത് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ്. ഈ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വെളിച്ചത്തിലും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവച്ച പ്രതികരണങ്ങളുടെ വെളിച്ചത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ പ്രതിഫലിപ്പിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.